എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. നിലപാടുകളുടെ രാജകുമാരൻ അതാണ് വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. കേട്ടില്ലേ? വലിയ ധർമ്മസങ്കടത്തിലാണ് വി.ഡി. സതീശൻ. പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പറോട് വരെ രാജി ആവശ്യപ്പെടുന്ന മുതലാണ്. അവരൊക്കെ വേറെ പാർട്ടിയിലായിരിക്കുന്നത് കൊണ്ടാണ് വി.ഡി. സതീശൻ അവരോട് രാജി ആവശ്യപ്പെടുന്നത്. പക്ഷെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം പാവം വി.ഡി. സതീശനില്ല. കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി ടിക്കറ്റ് കൊടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതും അദ്ദേഹത്തിന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നൽകിയതുമൊക്കെ കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും AICC പ്രസിഡന്റും ഒക്കെയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ജയിച്ചു. പക്ഷേ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടെ അദ്ദേഹത്തിന് മേലുള്ള കോൺഗ്രസിന്റെ എല്ലാ അധികാരവും നഷ്ടപ്പെട്ടു. ഇനി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാനുള്ള അധികാരം പാവം കോൺഗ്രസ് പാർട്ടിക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അല്ല മിസ്റ്റർ വി.ഡി. സതീശൻ, നിങ്ങളൊക്കെ കൂടി ആരെയാണ് ഈ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? സ്വയം ഒരു വിഡ്ഢിതരം പറഞ്ഞാൽ അത് കേൾക്കുന്നവരൊക്കെ വിഡ്ഢികളാകുമെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളോട് രാജി ആവശ്യപ്പെടാൻ അധികാരമില്ലത്രേ. നമ്മുടെ സർക്കാരിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് വി.ഡി. സതീശനെ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഒരു ഓർഡിനൻസ് ഇറക്കണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോട് രാജി ആവശ്യപ്പെടാൻ പുറത്താക്കിയ പാർട്ടിക്കാർക്ക് അധികാരം നൽകുന്ന ഒരു ഓർഡിനൻസ്. ആ ഓർഡിനൻസ് ഇറക്കിയാൽ അടുത്ത നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വി.ഡി. സതീശൻ ആവശ്യപ്പെടും, ഉറപ്പ്. സത്യത്തിൽ ഈ അധികാരമില്ലാത്തതൊന്നുമല്ല വി.ഡി. സതീശന്റെയും സംഘത്തിന്റെയും പ്രശ്നം. ഇതാർക്കാണ് അറിയാത്തത്? ഈ അടുത്ത് PJ കുര്യന് സംഭവിച്ചത് ഓർമ്മയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകരുതെന്ന ഒരു ആവേശത്തിൽ PJ കുര്യൻ പറഞ്ഞു, പാർട്ടിയിൽ നടപടി എടുത്തിരിക്കുന്നുണ്ട്, മറ്റാളിനെ നിർത്തും. വേറെ കോൺഗ്രസിനകത്ത് എത്രയോ നേതാക്കന്മാരുടെ മത്സരിക്കാൻ കൂടുതൽ അല്ല, പാലക്കാട്ട് തന്നെയുണ്ട് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ. മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കവേ PJ കുര്യനും രാഹുൽ മാങ്കൂട്ടവും പരസ്പരം കണ്ടു. PJ കുര്യന്റെ ചെവിയിൽ രാഹുൽ മാങ്കൂട്ടം എന്തോ പറഞ്ഞു. അതോടെ കുര്യൻ നിലപാട് മാറ്റി. രാഹുലിന് സീറ്റ് നൽകുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്നായിരുന്നു രാഹുലിന്റെ ചെവി ചികിത്സയ്ക്ക് ശേഷം കുര്യന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തില് മത്സരിക്കേണ്ട എന്ന് ഞാൻ സത്യത്തിൽ അങ്ങനെ ഒരു എന്റെ ഭാഗത്ത് തോന്നില്ല. പക്ഷെ അങ്ങനെ തോന്നിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ്. കുര്യന്റെ ചെവിയിൽ മാങ്കൂട്ടം പറഞ്ഞത് എന്ത് എന്ന് ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ നമ്മുടെ വി.ഡി. സതീശനുണ്ട്. അതുകൊണ്ട് സതീശൻ എന്നല്ല ആരും രാഹുൽ മാങ്കൂട്ടത്തോട് രാജി ആവശ്യപ്പെടില്ല. രാജി ആവശ്യപ്പെട്ടാൽ കുര്യന് കൊടുത്ത സൗജന്യമൊന്നും മാങ്കൂട്ടം കാണിക്കില്ല. കുര്യന്റെ ചെവിയിൽ സ്വകാര്യമായിട്ടാണ് മാങ്കൂട്ടം പറഞ്ഞത്. പക്ഷെ ഇവരാരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി പരസ്യമായി ആവശ്യപ്പെട്ടാൽ അയാളും പരസ്യമായി ചില കാര്യങ്ങൾ പറയും. രാഹുൽ മാങ്കൂട്ടത്തെ വി.ഡി. സതീശൻ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഈ മുഖഭാവം തന്നെ തെളിവ്. ഇനിയും ന്യൂസ് ബുള്ളറ്റ് കേരള സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നല്ല നമസ്കാരം.